ഹലോ 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 ശോഭനുണ്ടോ? ആരാണ് സംസാരിക്കുന്നത്? ശോഭന ഒരു ആരാധകനാണ്. ആ മിസ്റ്റർ ആരാധകൻ, ഈ നമ്പർ എങ്ങനെ കിട്ടി നിങ്ങക്ക്? ഞങ്ങള് ഒന്ന് രണ്ട് സ്ഥലത്ത് ട്രൈ ചെയ്ത്. ഓ, അപ്പൊ ഈ സ്പോൺസർ എന്റെ ഒരു ഫ്രണ്ടാണ്. ആരാണ് ഈ സ്പോൺസർ? ഫ്രണ്ട് ബാലേന്ദ്രൻ എന്ന് പറഞ്ഞ ആള് എന്റെ ഒരു ഫ്രണ്ടാണ്. ഓഹോ. ആ പുള്ളി പറഞ്ഞിങ്ങനെ ഹോട്ടലിൽ ചിലപ്പോഴേ കാണത്തുള്ളൂ പറഞ്ഞു. അപ്പൊ അതാണ് വിളിച്ചത്. ഈ ഓർഗനൈസേഴ്സ്ക്ക് ഇതാണ് ജോലി? അയ്യോ, അത് എന്റെ അടുത്ത ഫ്രണ്ടാണ്. ഞാൻ വേറെ ആർക്കും കൊടുക്കല്ലോ എന്ന് പറഞ്ഞിട്ട് തന്നതാണ്. അയ്യോ, അയാൾക്ക് പറയരുതേ. ഞാൻ പറയും. അയ്യോ, ഞങ്ങളെ വീട്ടിലെല്ലാവരും ശോഭനയുടെ ആരാധകരാണ്. പക്ഷെ ഞാൻ ശോഭന അല്ലല്ലോ. ശോഭന അല്ലല്ലേ? ഇതാരാണ്? ഇത് ശോഭനയുടെ അമ്മയാണ്. അമ്മയാണോ? അതെ. അയ്യോ, അമ്മേ, ശോഭന എവിടെ പോയിരിക്കുക? ആ കുട്ടി താഴെ എവിടെയോ പോയിട്ടുണ്ട്. അയ്യോ, എപ്പ വിളിക്കണം? വിളിക്കട്ടെ ഇപ്പൊ? ഒന്ന് വിളിക്കോ, ഞങ്ങൾ. ഓക്കെ. ഓ, ഹലോ. ഹലോ, ശോഭനയാണ്. ആരാണ്? അയ്യോ, ശോഭന തന്നെ. അതെ. ഞങ്ങൾ ശോഭനയുടെ എല്ലാ പടങ്ങളും കാണും. ഓ, താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ പേരെന്താണ്? ഡാൻസും എല്ലാം കണ്ടിട്ടുണ്ട്. എവിടെ വെച്ച്? ഞങ്ങള് നേരത്തെ ദുബായിൽ വന്നിരുന്നല്ലോ ഓണാഘോഷത്തിന്. അതെ. അപ്പൊ കണ്ടിരുന്നു. അപ്പൊ നിങ്ങള് എവിടെയായിരുന്നു? ഞങ്ങള് 18 കൊല്ലമായിട്ട് ഇവിടെ. എന്റെ പേര് മുസ്തഫ. ഓ, മിസ്റ്റർ മുസ്തഫ, നമസ്കാരം. നമസ്കാരം. ആ, ശോഭന തന്നെ. അതെ. പിന്നെ ഇപ്പം ഏതൊക്കെ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്? അത്രയൊന്നും സിനിമ ഒന്നും ഇല്ല നാട്ടില്. അതെ, ഭയങ്കര ഒരു ലോ പീരീഡിലാണ് എല്ലാവരും. ആണോ? അതല്ലേ ഗൾഫിലേക്ക് വരണത്. അയ്യോ, അതൊന്നുമില്ല. അതൊക്കെ ഞങ്ങൾക്ക് അറിയാം. സിനിമയിൽ കാണുന്ന പോലെയല്ല, ഭയങ്കര തമാശയാണെന്ന് തോന്നുന്നു. തമാശ ഒന്നല്ലപ്പാ. ഇവിടെ വലിയൊരു ആരാധികയുണ്ട്. ആരാണത്? എന്റെ വൈഫാണ് ലയർനിസ. മലപ്പുറത്ത് വീട്. കൊടുക്കുമെന്ന് അവിടെ ഷൂട്ടിംഗ് വന്നപ്പോ കണ്ടിട്ടുണ്ട്. മലപ്പുറത്ത് ഷൂട്ടിംഗ് ഇല്ലായിരുന്നല്ലോ. അല്ല, മലപ്പുറത്ത് ആണ്. അതിന്റെ അടുത്ത് ഷൂട്ടിംഗ് വന്നപ്പോ ശോഭനയെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ആണോ? എവിടെയാണിപ്പോ? ഇവിടെ അടുത്തുണ്ട്, കൊടുക്കാം. ശോഭന പുള്ളിക്കാരി നാളമാണ്. ഞങ്ങളേ ഈ അവിടെ ദുബായില് ഇവിടെ വന്നിരുന്നു. ടിക്കറ്റ് കിട്ടിയില്ല. അയ്യോ, അതുകൊണ്ട് തിരിച്ചുപോയി. അപ്പൊ ഒരു 11 മണിയായപ്പം ഇന്ത്യ ശ്രീലങ്ക ക്രിക്കറ്റ് കളിയില്ലായിരുന്നോ? അതെ, ഉണ്ടായിരുന്നു. അപ്പൊ എന്റെ ഒരു ഫ്രണ്ട് വിളിച്ചു പറഞ്ഞു, നിങ്ങൾ എല്ലാവരും ഉഷാവകുപ്പും ശോഭന എല്ലാം വന്നിട്ടുണ്ടെന്ന്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ടിക്കറ്റ് എടുത്ത് അവിടെ വന്നപ്പോഴത്തേക്കും നിങ്ങളില്ല, വെറുതെ പറഞ്ഞതാ. അല്ല, ഞാൻ പോയിരുന്നുണ്ടല്ലോ. പക്ഷെ ഉഷാവകുപ്പ് പറഞ്ഞു ഷോപ്പിങ്ങിന് പോയിരുന്നു. ഞാനോ? അല്ലല്ലോ. ആണോ? ഞങ്ങളെ കണ്ടില്ല. ഞങ്ങൾ അവിടെ നിന്ന് കുറെ നേരം വന്നിട്ട് വേറെ സ്ഥലത്ത് ഇരിക്കാതെ നോക്കിയപ്പോ വേറെ ഹിന്ദി നടന്മാരൊക്കെ ഉണ്ടായിരുന്നു. ആരൊക്കെ ഉണ്ടായിരുന്നു? അനിൽ കപൂറും പിന്നെ വേറെ എന്തോ ഒരാള്. ഞങ്ങൾ ഹിന്ദി സിനിമ അധികം കാണാറില്ല. വേണ്ട, ഹിന്ദി സിനിമ ഒന്നും കാണണ്ട കേട്ടോ. അഭിനയിക്കുന്നുണ്ടോ? എനിക്ക് ഹിന്ദിയിലൊന്നും ചാൻസ് ഒന്നുമില്ലപ്പാ. എനിക്ക് മലയാളം പോലെ ഡാൻസ് ചെയ്യുന്ന ഹിന്ദിയിൽ ആരുണ്ട്? ആരുമില്ല. എന്നാലും ഡാൻസ് ഒക്കെ അല്ലേ മെയിൻ. അപ്പൊ അതിനകത്ത് കേറണം. അഭിമാനമല്ലേ? നമുക്കൊക്കെ ഒരു അഭിമാനമല്ലേ? നിങ്ങളെല്ലാം മമ്മൂട്ടി സാറ് തന്നെ ഹിന്ദിയിൽ പോയാല് ഭയങ്കര അഭിമാനമാണ് ഞങ്ങൾക്ക്. അപ്പൊ അതേപോലെ ശോഭനയും കയറി വരണം. അപ്പൊ നിങ്ങളെ എനിക്ക് വേണ്ടി ഒരു ഹിന്ദി സിനിമ എടുക്കണം. അയ്യോ, നമ്മളിവിടെ ഒരു മലയാളം നല്ല കാശുണ്ടാവില്ല. ഹിന്ദിയൊക്കെ ഒരുപാട് രൂപയായില്ലേ? പക്ഷെ നിങ്ങളുടെ ദിരാംസ് കൺവേർട്ട് ചെയ്യുമ്പോ ഒന്നുമില്ലപ്പാ. ഞങ്ങൾ 5-6 രൂപ എടുക്കാം. 5-6 പാർട്ട്നേഴ്സ് ഒക്കെ വെച്ചിട്ട് അത് കറക്റ്റ്. എടുക്കാം. അപ്പൊ എന്നെ ഹീറോയിൻ ആയിട്ട് ഇട്ടിട്ട് മറ്റേ ആരാണ്? അമിതാഭ് ബച്ചന്. അമിതാഭ് ബച്ചൻ ഇപ്പൊ അഭിനയിക്കുന്നില്ലല്ലോ. ശരി. പിന്നെ മറ്റേ ആളാരാണ്? മറ്റേ ഷാറുഖ് ഖാനാണ് ബെസ്റ്റ്. അതെ, ഷാറുഖ് ഖാൻ മതി എനിക്ക്. നല്ല ഇതാണ്. പിന്നെ ഈ ഡാൻസ് വിട്ടുകളായിരുന്നു സിനിമയിൽ പോകുന്നുണ്ട്. ഓക്കെ. പത്നിയെ പോലെ കയറി വരണം. ഇന്ത്യയിൽ എല്ലാവരും അറിയപ്പെടുന്ന ഡാൻസുകാരി ആവണം. ഇപ്പൊ തന്നെ ആണ്. എപ്പൊക്കെ നന്നാക്കണം. ഓക്കെ. എത്ര കുട്ടികളുണ്ട് മുസ്തഫ? 4. അത്രയുള്ള പോലെ. ഉമ്മരെ കൊണ്ട് തന്നെ ഇവിടെ ജീവിക്കാൻ വയ്യാതിരിക്കുക. കല്യാണമൊന്നും ആയില്ലേ? കല്യാണമൊന്നും ആയില്ല. ഇപ്പോഴൊന്നും കല്യാണം കഴിക്കണ്ട. ഇപ്പൊന്നും വേണ്ട അല്ലേ? കുറച്ചുകൂടെ കഴിയട്ടെ. ശരി, 1 കൊല്ലം കഴിഞ്ഞു മതി. 1 കൊല്ലോ? 1 2 ഒക്കെ. 4 ആയാലോ? അത്രയും വേണ്ട. 2 കൊല്ലം കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കാം. കല്യാണം കഴിച്ചാൽ സിനിമയിലും ഡാൻസിനൊക്കെ വിടുന്ന ആളെ കേട്ടോ. ആണോ? ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ.